പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്കൊരു ദിവസം കൂടി ദാനമായി നൽകി. കർത്താവിനോടുകൂടി ആയിരിക്കുന്നത് പത്രോസ് പറയുന്ന പോലെ നാം ഇവിടെ ആയിരിക്കുന്നത് ഏറെ നല്ലത്. ദൈവസേനയിലായിരിക്കുന്നത് എത്ര നല്ലത്. കർത്താവിനെ കേൾക്കുക, കർത്താവിൽ നിന്നും പ്രാപിക്കുക, അതെത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് തന്നല്ലോ. നമുക്ക് നമ്മുടെ ആ ചിന്തയിലേക്ക് തന്നെ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ ഒട്ടും പാഴാക്കാനില്ല, നഷ്ടമാക്കാനില്ല. നമ്മൾ ഇന്നലെ ചിന്തിച്ചു തുടങ്ങിയ ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സങ്കീർത്തനം 11:3 നമ്മൾ വായിച്ചത്. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? അതായിരുന്നു ഒരു വലിയ ചോദ്യം. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മളവിടെ 4 കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. സാമ്പത്തികമെന്ന അടിത്തറ അത് മറിഞ്ഞു പോയാലും ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രത്യാശയുണ്ട് എന്ന് ഹബക്കൂക്കിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ വായിക്കുകയും പഠിക്കുകയുണ്ടായി. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് സാൽമാർഗികമായിരിക്കുന്ന അടിത്തറ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും നമുക്ക് വളരെ പ്രതികൂലമുണ്ടായാലും ഒരു യഥാർത്ഥ ആത്മീയം നയിക്കുന്നതിന് യോഗ്യമായ അവസ്ഥയല്ലെങ്കിലും ഒരു ഭക്തനെ സംബന്ധിച്ചോളം അവനൊരു വിശുദ്ധയും നയിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ ആൾക്കാർ ബഹാന പറഞ്ഞിട്ട് ഒഴിവൊഴിവ് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെ അവൻ പറഞ്ഞതുകൊണ്ടാണ്, അല്ലെ അവർ കണ്ടുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവൊഴിവ് പറയാറുണ്ട്. എന്നാൽ നോഹയുടെ ജീവിതം അതിനൊരു വലിയ ദൃഷ്ടാന്തമായിട്ട് നമ്മൾ കാണുകയുണ്ടായി. മൂന്നാമത് നമ്മൾ കണ്ടത് ആരോഗ്യം മറിഞ്ഞു പോയാൽ. നമുക്കറിയാം ആരോഗ്യസ്ഥിതിയിൽ ജനങ്ങൾ പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് വീണു പോകാറുണ്ട്, വിശ്വാസത്തിൽ നിന്ന് ഉഴന്നു പോകാറുണ്ട്. അപ്പോൾ എത്രയെല്ലാം ഏതവസ്ഥയിലും അതിന് നമ്മൾ ഇയ്യോബിൻ്റെ ജീവിതം കാണുകയുണ്ടായി. ഇയ്യോബ് അടിതൊട്ട് മുടി വരെ പരുക്കളാൽ ബാധിച്ച് ഭാര്യ പോലും നിന്ദിക്കുന്ന ഒരനുഭവം ഉണ്ടായി. എന്നാൽ അവിടെയെല്ലാം താൻ കർത്താവിനോടുള്ള ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാനിടയായി. ഇതൊന്നും ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിനൊരു തടസ്സമല്ല. അവൻ്റെ അടിസ്ഥാനം ശരിയാണെങ്കിൽ അവനതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും എന്നാണ് നമ്മൾ കണ്ടത്. നാലാമത് നമ്മൾ കണ്ടത് ബന്ധുക്കളും നമുക്ക് നഷ്ടമായാൽ, അവർ നമുക്ക് എതിരായാൽ, പ്രതികൂലങ്ങൾ വർദ്ധിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ. അതിനൊന്നാമത്തെ ഒരു ദൃഷ്ടാന്തമായിരുന്നു യോസഫിൻ്റെ ജീവിതം. തൻ്റെ സഹോദരന്മാർ തന്നെ പകയ്ക്കുകയും ദൂഷിക്കുകയും എല്ലാവരും തനിക്കെതിരായി തന്നെ പൊട്ടക്കണ്ണിലിട്ടു. തന്നെ അടിമയായി വിൽക്കപ്പെട്ടു. പോത്തിഫറിൻ്റെ വീട്ടിൽ പോയി അവിടെ പ്രതികൂലം ഉണ്ടായി, ജയിലിൽ കിടന്നു. 13 നീണ്ട വർഷങ്ങൾ ഒരു വലിയ ശോധനയുടെ ഇതായിരുന്നു. എന്നാൽ അതേ സഹോദരന്മാർ അവരെ താൻ സ്നേഹിക്കുകയും അവരെ തലമുറയും പോഷിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥമായും ഒരു ക്രിസ്ത്യാനിയുടെ അടിത്തറ അല്ലെങ്കിൽ അവൻ്റെ അടിസ്ഥാനം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പം പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. നോക്കുക, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ഇതൊരു അപ്പം ഈ അടിസ്ഥാനത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ യേശയ്യാ പ്രവചനം അതിൻ്റെ 28-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് എന്താണെന്നറിയാമോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലും ആയി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇത് വാസ്തവത്തിൽ ദൈവം തന്നെ ചെയ്ത കാര്യമാണ്. വളരെ ഗഹനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ അടിസ്ഥാനം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു എന്ന അടിസ്ഥാനമായ അതിൽ ജീവിതം പണിയുന്നവർക്ക് മാത്രമേ ഏത് പ്രതികൂലത്തെയും അതിജീവിച്ച് കടന്നു പോകാനായിട്ട് കഴിയുള്ളൂ. നമുക്കറിയാം, ക്രിസ്ത്യാനി എന്ന് വിശുദ്ധ ബൈബിളിൽ 3 ഇടങ്ങളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാദ്യം തന്നെ ക്രിസ്ത്യാനി എന്ന് കാണുന്നത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിലാണ്. അവിടെ ഈ പേരുണ്ടായ സ്ഥലം പോലും അന്ത്യോക്യയിലാണെന്ന്. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായിരുന്നു. ആർക്ക്? ശിഷ്യന്മാർക്ക്.
പിന്നീട് നമ്മൾ വായിക്കുന്നത് അതേ അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലാണ്. അത് അഗ്രിപ്പ രാജാവ് പൗലോസിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. നീ അല്പം കൊണ്ട് എന്നെ ഒരു ക്രിസ്ത്യാനിയാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കുക, ആർക്കെങ്കിലും അങ്ങനെ ആക്കി തീർക്കാൻ പറ്റുമോ? പറ്റിയല്ല. എങ്കിലും ഇനി താനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചാലേ പറ്റൂ എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായെന്നുള്ള അതിൻ്റെ സാരം. 3-ാമത്തെ വാക്യം 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പത്രോസ് പറയുന്ന കാര്യമാണ്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്ന. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആയാൽ അവന് കഷ്ടമുണ്ട്. ഇതെല്ലാം ഈ വാക്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലായിരിക്കണം നമ്മളുടെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത്. നമ്മുടെ കർത്താവ് തന്നെ എൻ്റെ ശിഷ്യന്മാരെ നിയോഗിക്കുമ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം, നിങ്ങൾ പോയി സകല ജാതികളെയും അവരുടെ സുവിശേഷം പറഞ്ഞ് അവരെ ശിഷ്യരാക്കി അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളെ ഉപദേശിച്ചതെല്ലാം അത് പ്രമാണിപ്പാൻ അവരെ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. നോക്കുക, ഇതാണ് കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന മഹാനിയോഗം. ഇന്ന് ആ നിയോഗത്തെ എത്ര പേര് തങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ ചെയ്യുവാൻ ഉത്സാഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ നമ്മൾ ശിഷ്യരാക്കണം. യഥാർത്ഥമായ ശിഷ്യത്വം എന്താണെന്ന് ജനത്തെ പഠിപ്പിക്കുകയും അവരെ ശിഷ്യരാക്കുകയും വേണമെന്നുള്ളതാണ് കർത്താവ് പഠിപ്പിച്ചത്. ശിഷ്യന്മാർ അങ്ങനെയാണോ ചെയ്തതെന്ന് നമുക്കത് നോക്കാം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 14-21 ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. അപ്പോൾ അവർ എന്ത് ചെയ്തു? അവിടെയും സുവിശേഷം അറിയിച്ചിട്ട് പലരെയും ശിഷ്യരാക്കി. ബൈബിളിൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ തുടർമാനമായിട്ട് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ശിഷ്യന്മാർ അല്ലെങ്കിൽ ശിഷ്യത്വം എന്നുള്ള കാര്യം. നമ്മൾ അതിൻ്റെ 16-ന്റെ 1-ാം വാക്യത്തിൽ തിമോത്തിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. 16-ന്റെ 1-ൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ ഉടനീളം നമ്മൾ 6-ാം അധ്യായം മുതൽ നോക്കുമ്പോൾ നമുക്കവിടെ വായിക്കുന്നത് 6-ന്റെ 1-ാം വാക്യം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, അപ്പോൾ ആ സമയത്ത് നോക്കുക, അവർ അനേകരെ ശിഷ്യരാക്കി. അതുകൊണ്ട് പറയുകയാണ് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ. ഇനി അതിൻ്റെ 7-ാം വാക്യത്തിൽ അതിൻ്റെ 1-6-7 ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. ആരുടെ എണ്ണം പെരുകി? ശിഷ്യന്മാരുടെ, വിശ്വാസികളുടെ അല്ല, ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. നമ്മൾ വീണ്ടും നമ്മൾ അതിൻ്റെ 9-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും. അപ്പോൾ ശിഷ്യന്മാർക്കെതിരെയാണ് ശൗൽ മുന്നോട്ട് പോയതെന്നാണ്. നോക്കുക, ശിഷ്യന്മാർക്ക് നേരെ. ഇനി അതിൻ്റെ 9-ന്റെ 10-ാം വാക്യം, എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദൈവം അനന്യാസിനെ വിളിച്ച് ശൗലിൻ്റെ അടുക്കൽ അയക്കുന്ന സംഭവമാണ്. അവൻ ആരായിരുന്നു? ഒരു ശിഷ്യനായിരുന്നു എന്നുള്ളതാണ് വായിക്കുന്നത്. ഇനി അതിൻ്റെ 9-ന്റെ 19-ാം വാക്യം, അവർ ദമസ്കസിൽ ശിഷ്യന്മാരോട് കൂടെ കുറേ നാൾ പാർത്തു. ആണോ? അവിടെ ശിഷ്യന്മാരോട് കൂടെ കുറേ നാൾ പാർത്തു എന്നാണ്. ഇനി അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും 26, അവൻ യെരുശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. ആരോട് ചേരാനാ? ശിഷ്യന്മാരോട്. ഞാൻ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ പ്രയോഗം നമുക്ക് ധാരാളമുണ്ട്. അതിൻ്റെ 36, 38, പിന്നെ അതിൻ്റെ 13-ന്റെ 52, 18-ന്റെ 23, 27, 19-ന്റെ 9, ഇങ്ങനെ ഒരുപാട് റെഫറൻസ് ഉണ്ട്. എല്ലാം വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ സാരം എന്ന് പറഞ്ഞാൽ ആദിമ നൂറ്റാണ്ടിൽ ശിഷ്യന്മാർ മറ്റുള്ള ശിഷ്യന്മാരെ ഉളവാക്കുകയായിരുന്നു, ശിഷ്യന്മാരാക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പൊതുവെ അവരെ കാണുന്നില്ല. അപ്പോൾ യഥാർത്ഥമായ ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ശിഷ്യൻ ദൈവവചനത്തിൽ അവനൊരു
വെറും ഒരു വിശ്വാസിയല്ല, അവൻ യഥാർത്ഥമായും ദൈവവചനത്തിൽ നിൽക്കുന്നവനായിരിക്കണം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുന്ന ഒരു കാര്യം, യോഹന്നാൻ 8-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. കണ്ടോ, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. ഒരു ശിഷ്യൻ എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുന്നവനായിരിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വചനാനുസരണമുള്ളൊരു ജീവിതമാണ്. അപ്പം നമ്മുടെ വചനാനുസരണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താത്തോളം കാലം അത് ക്രിസ്തീയ ജീവിതമേ അല്ല. ചിലർ വിചാരിക്കുന്നത് ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, ഈ എൻ്റെ ഇഷ്ടം. അങ്ങനെയല്ല. നമ്മളൊരു യഥാർത്ഥ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാ ക്രിസ്ത്യാനി. ഇന്ന് ക്രിസ്തുവിനെ അനുഗമിക്കുകയല്ല, ക്രിസ്തുവിനെ ഹനിക്കുന്നവനാ ഇന്ന് അനേകരുടെയും ജീവിതം. കർത്താവിൻ്റെ നാമത്തെ നിന്ദിക്കുക. അതുകൊണ്ടാണ് റോമർ 2:24 വായിക്കുന്നത്, നിങ്ങൾ നിമിത്തം എൻ്റെ നാമം എന്തു ചെയ്യുന്നു? ദുഷിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു യഥാർത്ഥമായും ദൈവവചനപ്രകാരം ജീവിക്കുന്നില്ല എങ്കിൽ അവിടെയെല്ലാം കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്ന അടിസ്ഥാനമേ ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയായിരിക്കും? അവർ നിശ്ചയമായും ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവരായിരിക്കും. നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. കർത്താവ് തന്നെ നമുക്കറിയാം, നമ്മൾ പറയുമല്ലോ 5:6-7 മത്തായി 5:6-7 ഗിരിപ്രഭാഷണം പറഞ്ഞ് അവസാനിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഗിരിപ്രഭാഷണത്തിൽ അവസാനം പറഞ്ഞത് എന്തുവാ? അതിൻ്റെ കൺക്ലൂഷനായിട്ട് പറഞ്ഞത് 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യമാണ്. കർത്താവ് പറയുന്നു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. നോക്കുക, എത്ര ആധികാരികമായ കാര്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അത് ചെയ്യുന്നവരായിരിക്കുക. നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ 2 വീട് പണിയുന്നവരോട് തുല്യപ്പെടുത്തി പറഞ്ഞിരിക്കുക. 2 പേരും പണിത വീട് കണ്ടാൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. എന്നാൽ അടിസ്ഥാനം, ഒരുത്തൻ പാറമേൽ അടിസ്ഥാനം വിട്ടു, ഒരുത്തൻ മണലിന്മേൽ പണിതു. 2 പേർക്കും നേരെ വന്ന പ്രതികൂലം ഒരുപോലെയാണ്. എന്നാൽ മണലിന്മേൽ വീട് പണിതവൻ്റെ ആ വീട് തകർന്നു പോയി. നമ്മളൊരു കാര്യം ഇവിടെ വ്യക്തമായും കാണണം. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ നിങ്ങൾ അനവധി വട്ടം കേട്ടിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, മറ്റവൻ അവനെ തന്നെ ബുദ്ധിമാനായിട്ട് അവന് തോന്നി. എന്നാൽ അവനൊരു പോഷനായിപ്പോയി. അവന് സമയം കുറച്ചേ എടുത്തുള്ളൂ, അവന് ചിലവ് കുറവായിരുന്നു. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ 2 ഒരുപോലെ. അങ്ങനെയുള്ള കപടഭക്തന്മാർ ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ധാരാളമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ചെറിയ പ്രതികൂലം വരുമ്പോഴേ അവർ താരടിയാവും, അവർ വിശ്വാസം ത്യജിക്കും, അവർ കൂട്ടായ്മ ത്യജിക്കും. അങ്ങനെയുള്ള ഭയങ്കരമായ വഞ്ചന. ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ സത്യവചനത്തിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയണം. കർത്താവ് നമ്മൾ പറഞ്ഞത്, യാക്കോബ് അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. യാക്കോബിൻ്റെ ലേഖനം അവിടെ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉള്ളതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി വിരിപ്പിൻ. അപ്പോൾ ഒരു വ്യക്തി ദൈവവചനം കേട്ടിട്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ അവനെ തന്നെ ചതിക്കുന്നുവെന്നാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ദൈവവചനത്തിൽ നിലനിൽക്കുവാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ്. ക്രിസ്തുവുമായിട്ട് ചേർന്നുള്ള ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിലും 1 പത്രോസ് 2-ാം അധ്യായം 4 മുതൽ വായിക്കുമ്പോൾ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ
ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായുള്ളൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായകയാൽ ഇടറിപ്പോകുന്നു. കണ്ടോ? അപ്പോൾ അനേകരും ദൈവത്തിൻ്റെ വചനം കേൾക്കാഞ്ഞിട്ടോ മനസ്സിലാക്കാഞ്ഞിട്ടോ ഒന്നുമല്ല, അവർക്കറിയാം, എന്ത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല. അപ്പം ഈ അനുസരണമില്ലായ്മ എത്രമാത്രം ദുഃഖകരമായ ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ യോഹന്നാൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 9-ാം വാക്യം, ഇതെല്ലാം വാസ്തവത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ആഴമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവായ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ, കർത്താവിൻ്റെ ആ ഉപദേശത്തിന്മേൽ നിലനിൽക്കുക എന്നുള്ളത് എത്ര വിലപ്പെട്ട കാര്യമാണ്. കർത്താവ് പഠിപ്പിച്ച ആ കാര്യങ്ങൾ, ഈ കാര്യം തന്നെ നമുക്കറിയാം. നമ്മൾ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ, എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെയും പൗലോസ് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. വളരെ ശ്രദ്ധേയമായ വാക്യം തന്നെയാണ്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോൾ ഈ പണി വളർന്നുകൊണ്ടിരിക്കുന്ന പണിയാണ്. കാരണം ഇവിടെ ജീവൻ്റെ വ്യാപാരമാണ്. ജീവനുള്ളത് എന്തും വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. നോക്കുക, ഇന്ന് നമ്മൾ നമ്മുടെ സഭാജീവിതം നോക്കുമ്പോൾ നമ്മുടെ സഭകൾ വളരുകയാണോ അതോ തളരുകയാണോ? യഥാർത്ഥമായിട്ടും കർത്താവ് പണിയുന്ന ഒരു സഭ അത് വളർന്നുകൊണ്ടേയിരിക്കും. ആ വളർച്ച നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മധ്യത്തിൽ, കൂട്ടായ്മയിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന മൂലക്കല്ല്, കർത്താവ് യേശു ക്രിസ്തു തന്നെ മൂലക്കല്ല്, എന്നിട്ട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അവർ കർത്താവ് പഠിപ്പിച്ച അതേ പഠിപ്പിക്കലാണ് അപ്പോസ്തലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും സഭയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നതും സഭയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ദാനങ്ങളാണ്. അവരിലൂടെ ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയെ ഒരു പ്രകാരത്തിൽ പരിശുദ്ധാത്മാവ് കണ്ടിന്യൂസ് കർത്താവിൻ്റെ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്, നമുക്കതറിയാം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വിലപ്പെട്ടൊരു കാര്യം, നമ്മൾ പുതിയ നിയമത്തിലെ സഭയിലെ വിശുദ്ധന്മാർ അവർ യഥാർത്ഥമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നുള്ള ദൈവവചനം നമുക്കറിയാം. 119-ാം സങ്കീർത്തനം 105-ാം വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനവുമായിട്ടുള്ള ആ ബന്ധത്തിന് ഒരിക്കലും വീഴ്ച വരാൻ പാടില്ല. ഇന്ന് അനേക വിശുദ്ധന്മാർക്കും പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഈ വചനം അവർക്ക് അന്യമായിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മൾ 119:9 വായിക്കുന്നത് എന്തുവാ? ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പം വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. അങ്ങനെ ക്രമീകരിക്കുന്നില്ല എങ്കിൽ നമുക്കൊരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയില്ല. അതിൻ്റെ 11-ാം വാക്യം വായിക്കാം. 119:11, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവവചനം വസിക്കുന്നുണ്ടോ? ഈ വചനം ധാരാളമായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം എന്നാണ് പൗലോസ് കൊളോസ്യർ 3:16 പറയുന്നത്. വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ആ വചനം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വീണ്ടും വണ്ണം വസിക്കുന്നുണ്ടോ? യഥാർത്ഥ ദൈവപൈതല് ദൈവവചനവുമായിട്ട് ഇയ്യോബ് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള ഏറ്റവും വലിയ കാരണം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വചനത്തിനുണ്ടായിരുന്ന സ്ഥാനമാണ്. നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 23-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ഇയ്യോബ് പറയുന്നത്, ഞാൻ അവൻ്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല, അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു.
അതാ പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥമായി നമുക്കൊരു വിജയ ജീവിതം നയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തെ ഏറ്റവും അധികം അതിനെ ആഴമായി മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു വിഷയത്തിന് മാത്രമേ ഒരു ജയകരമായ ജീവിതം നയിക്കുവാനായിട്ട് കഴിയൂ. ഇന്ന് ജനങ്ങൾ കർത്താവിനെ വിട്ട് ലോകത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. കർത്താവ് ഒരിക്കൽ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പേൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അപ്പോൾ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ്. കാരണം അതേ യോഹന്നാൻ 6:63 കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. അപ്പം ആത്മാവും ജീവനുമാകുന്ന വചനം മരുഭൂമിയിലുണ്ടായ പരീക്ഷയിൽ പിശാചിനോട് കർത്താവ് പറയുമ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. മത്തായി 4:4 ചിന്തിക്കുക. അത് നമുക്കറിയാം. ആവർത്തന പുസ്തകം 8-3 ഭാഗം എടുത്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞ കാര്യമാണ്. വളരെ ശ്രദ്ധേയമാക്കിയുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് ഇന്ന് നമുക്ക് എത്രമാത്രം സ്ഥാനമുണ്ട്. പഴയ നിയമത്തിലെ ഇസ്രായേലിനെ നടത്തിയതും അവർ തിന്നതും കുടിച്ചതും ഒക്കെ കർത്താവിനെയാണെന്നാണ് നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യത്തിൽ വായിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വായിച്ചത് നിങ്ങൾ കേട്ടല്ലോ, 1 കൊരിന്ത്യർ 10-ന്റെ 3-4 വാക്യമാണ്. ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും കർത്താവിൽ നിന്നും പ്രാപിക്കുക, കർത്താവിനെ ഭക്ഷിക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കർത്തവ്യം. അപ്പം കർത്താവിൻ്റെ യഥാർത്ഥമായ ഒരു ശിക്ഷ, കർത്താവിനെ നമുക്ക് അനുഗമിക്കണമെങ്കിൽ അതിനൊരു ക്ലിയറായ വ്യവസ്ഥയുണ്ട്. എല്ലാവർക്കും കഴിയില്ല. ആർക്ക് കഴിയും, ആർക്ക് കഴിയില്ല എന്ന് കർത്താവ് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഞെട്ടലുണ്ടായെന്ന് വന്നേക്കാം. ശ്രദ്ധിക്കണം. കർത്താവ് പഠിപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് ലൂക്കോസ് അതിൻ്റെ 14-ാം അധ്യായം 26-27 വാക്യം വായിക്കാൻ പോവുകയാണ്. നമ്മൾ ചിന്തിക്കണേ, ആർക്ക് കഴിയും? ഇവിടെ വായിക്കുകയാണ്. ലൂക്കോസ് 14-ന്റെ 26-27 എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ 33-ാം വാക്യം കൂടി, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ കഴിയില്ല എന്നാണ് ഇവിടെ നമ്മൾ വായിച്ചത്. നിങ്ങൾ ചിന്തിക്കുക, തനിക്കുള്ളതെല്ലാം വിട്ടുപിരിയണം. ഈ വാക്യം എത്ര പേർക്ക് ദഹിക്കും? എത്ര പേർക്ക് ഇത് കേട്ടാൽ ദഹിക്കും? പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള കർത്താവിൻ്റെ യഥാർത്ഥമായ പഠിപ്പിക്കലുകൾ അത് കേൾക്കുവാൻ, അത് അനുധാവനം ചെയ്യുവാൻ ഇന്ന് പലർക്കും മനസ്സില്ല. അപ്പോൾ യഥാർത്ഥ ശിഷ്യനായിരിക്കണമെങ്കിൽ നമുക്കിതെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, വിടണം. വിട്ടുകളയുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഇത് കേൾക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് എല്ലാത്തേക്കാൾ അധികമായി ഈ കർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് പലർക്കും പല രീതിയിലും ഒരു കൂട്ടായ്മയ്ക്ക് വരുന്നതിന് പോലും തടസ്സങ്ങളാണ്, കർത്താവിനെ അനുഗമിക്കുവാൻ തടസ്സങ്ങളാണ്. ഈ തടസ്സവാദം നമ്മൾ അടുത്ത് അവിടെ 14-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഒരുപോലെ ഒഴിവ് പറഞ്ഞു തുടങ്ങി. നോക്കുക, വിളിക്കുമ്പോൾ പലരും എന്ത് ചെയ്യുക? ഒഴിവ് പറയുക. നമ്മളതിൻ്റെ 18 മുതൽ 20 വരെ വായിക്കുമ്പോഴത്തേക്കും 3 ഒഴിവ് കേൾക്കാം. നോക്കണേ, അവിടെ എല്ലാവരും, ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടത് ആവശ്യം, എന്നോട് ക്ഷമിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞു. മറ്റൊരുത്തർ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുവൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഒഴിവ് പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞ എന്തുവാ? ഞാൻ വസ്തു മേടിച്ചു. മറ്റൊരു പറഞ്ഞ എന്തുവാ? കാളയെ മേടിച്ചു. മൂന്നാമത്തെ പറഞ്ഞ എന്തുവാ? വിവാഹം കഴിച്ചു.
അവൻ വസ്തു മേടിക്കാൻ പോകുന്നല്ല പറഞ്ഞേ. ഞാൻ കാളയെ മേടിക്കാൻ പോകുന്നല്ല പറഞ്ഞേ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു, അതുകൊണ്ട് സമയമില്ലെന്നല്ല പറഞ്ഞേ. എല്ലാം കഴിഞ്ഞു. എന്നിട്ടും ഒഴിവ് പറയാം. നോക്കുക, എത്ര വഞ്ചനയുടെ ലോകമാണല്ലേ. ഇന്നും ലോകം അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ ചെയ്യുന്നേ. അവരുടെ എല്ലാം കഴിഞ്ഞിട്ട് പോലും കർത്താവിന് സമയമില്ല. അവനൊരു ശിഷ്യനായിരിക്കാൻ കഴിയുമോ? നമ്മൾ തന്നെ വിധിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുൻഗണന എന്തിന്? നമ്മൾ മത്തായി 6:33 കർത്താവ് പറഞ്ഞു, ആദ്യമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ജീവിതത്തിൽ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പോയെന്നാലും ദൈവത്തിന് പകരം പറയുന്നു, അവന് കഴിയുകയില്ല. അവനൊരു യഥാർത്ഥ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ യോഗ്യത വേണം. എന്ത് യോഗ്യതയാ? ഈ ലോകത്തിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ല, ആ യോഗ്യത ഇല്ലെങ്കിലും കർത്താവിനെ അനുഗമിക്കാൻ പറ്റിയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം. മത്തായി 10-ാം അധ്യായം അതിൻ്റെ 37, 38, 39 വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. മത്തായി 10-ാം അധ്യായം 37 മുതൽ 39 വരെ. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അപ്പോൾ ഇവിടെയും 3 പ്രാവശ്യം എടുത്തു പറയാണ്, യോഗ്യനല്ല, യോഗ്യനല്ല, യോഗ്യനല്ല. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനും എനിക്കുള്ളതും കർത്താവിനെ അനുഗമിക്കുന്നതിന് ഒരിക്കലും തടസ്സമാകരുത് പ്രിയമുള്ളവരെ. അങ്ങനെ തടസ്സമായാൽ നമുക്കുണ്ടാകുന്നത് നിത്യതയിലെ നഷ്ടമാണ്. നിത്യതയിലെ ഭയങ്കരമായ നഷ്ടം നമുക്ക് നേരിടുവാനിടയായിത്തീരും. അതുകൊണ്ട് ഒരു യഥാർത്ഥമായ ശിഷ്യത്വം എന്നുള്ളത് എല്ലാത്തേക്കാളധികം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളത്. എല്ലാത്തെയും നമുക്ക് ദൈവം തൻ്റെ ആത്മാവിന് നൽകി. ആ ആത്മാവിലൂടെയാണ് ദൈവം തൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് റോമർ 5:5 വായിക്കുന്നുണ്ട്. അപ്പം ആ സ്നേഹമാണ് നമുക്ക് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടത്. ആ സ്നേഹമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ കർത്താവ് വീണ്ടും ഗന്നേസരത്ത് തടാകത്തിന് മുമ്പിൽ ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. അതിങ്ങനെയാണ്, 21:15. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഉണ്ടോ? അതാണ് ചോദ്യം. എല്ലാവരിലും എല്ലാറ്റേക്കാളും അധികം. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണെങ്കിലും സമയമില്ലാത്തത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇവരെ അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കർത്താവിനെ ദൗത്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റൂ. കാരണം ഈ ശുശ്രൂഷ ദൈവസ്നേഹത്താൽ, ദൈവാത്മാവിനാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊരിക്കലും മറ്റൊരു ലോകപ്രകാരമുള്ള ഏതെങ്കിലും ചിന്തകൾക്ക് ഇതിൻ്റെ മധ്യത്തിൽ ഒരു സ്ഥാനവുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, യഥാർത്ഥമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രവൃത്തികളെല്ലാം ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചു. കർത്താവ് തന്നെ നമുക്ക് വേണ്ടി നൽകി. ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അതാ വിഷയം. അപ്പോൾ കർത്താവ് നമുക്ക് തന്ന അതേ സ്നേഹം നമ്മളിന്ന് ദൈവം ആഗ്രഹിക്കുക. അത് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. കർത്താവ് സ്നേഹിച്ചതുപോലെ നമുക്കൊരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് തൻ്റെ പ്രാണനെ പോലും അപ്രിയമായി കണ്ടുകൊണ്ട് ദൈവവചനത്തിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് കർത്താവിനെ അധികമായിട്ട് മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യം വായിക്കുമ്പോഴത്തേക്കും ഈ വാക്യങ്ങളെല്ലാം വായിച്ച് ധ്യാനിക്കേണ്ട കാര്യങ്ങളാണ്. സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ച് പറഞ്ഞു പോവുക. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്നും വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ഈ വാക്യങ്ങളൊക്കെ എത്ര ഗംഭീരമാണ്. നമ്മുടെ സമയത്തിൻ്റെ പരിധി കൊണ്ട്
നമ്മളിങ്ങനെ വളരെ 120 സ്പീഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അത് ആർമിയുടെ ഒരു പ്രയോഗമാണ്. വളരെ വേഗത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ 1 കൊരിന്ത്യർ 16:14 വായിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുന്ന. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ 1 കൊരിന്ത്യർ 13:3 പറയുന്നു, ഒരു പ്രയോജനവുമില്ല. നിത്യതയുടെ തുറമുഖത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവാത്മാവിനാലും ദൈവസ്നേഹത്തിലും ചെയ്തോ. നമുക്ക് നമ്മളെ തന്നെ യൂദ 21 പറയുന്നു, നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. എല്ലാ ശിഷ്യന്മാരായ യഥാർത്ഥ ക്രിസ്ത്യാനിയോട് ഞാൻ പറയട്ടെ, നമ്മൾ ഇവിടെ ഇന്ന് കണ്ടതുപോലെ, ഒന്ന് കർത്താവ് പറഞ്ഞു കഴിയുകയില്ല, മറ്റൊന്ന് കർത്താവ് പറഞ്ഞു യോഗ്യനല്ല. നമ്മൾ ആ ഭാഗം എന്ന് പറഞ്ഞാൽ ലൂക്കോസ് 14:26, 27, 33, അതുപോലെ തന്നെ മത്തായി 10:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ധ്യാനിക്കണം ദൈവമക്കളെ. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു കണക്കൂട്ടിൽ ജീവിച്ച് അവസാനം നിത്യയുടെ തുറമുഖത്ത് കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ലജ്ജിതരാകാൻ ഇടയാകല്ലേ. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും അടുത്ത സമയത്ത് ജീവിക്കുന്നു. വളരെ നമുക്ക് ജാഗരൂകരായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വേഗം നിർത്തേണ്ടി വരികയാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ശിഷ്യത്വത്തിൻ്റെ ഒരേ ഒരു അടയാളം സ്നേഹമാണ് എന്ന് കർത്താവ് യോഹന്നാൻ 13:35 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് തന്ന ആ പുതിയ കൽപ്പന അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഉത്സാഹത്തോടെ നമുക്ക് യഥാർത്ഥ ശിഷ്യൻ എന്നുള്ള നിലയിൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് എൻ്റെ എല്ലാ കെട്ടുപണിയും ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് ജീവിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചന കേൾവി നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിന് ഒരു പ്രോത്സാഹനമായി തീരട്ടെ. അതിന് കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ടും ഇന്നത്തെ സന്ദേശം ഇവിടെ നിർത്തുന്നു. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.